മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയ ഒരു മഹാനടനുണ്ട്, ആക്ടർ റോവൻ അറ്റ്കിൻസൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇങ്ങനെയാണ്: നെവർ പോസ്റ്റ് യുവർ അച്ചീവ്മെന്റ്സ്. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ തമാശകളും നിങ്ങളുടെ മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. കാരണം മനുഷ്യർ ഒരിക്കലും ഒരാളുടെ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നില്ല, അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്രയോ ശരിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ എത്ര അടുത്ത ബന്ധമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നന്മകൾ, നമ്മുടെ ഉയർച്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് അസൂയ ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പറയാറ്, ഈ കാര്യം നടക്കുന്നത് വരെ നീ ഇതാരോടും പറയരുത് എന്ന്. ഈ ഞണ്ടിന്റെ സ്വഭാവം കാണിക്കലെന്ന് പറയില്ലേ, ഒരാള് ഉയർന്നു പോകുമ്പോൾ മറ്റൊരാൾ എങ്ങനെയും കാലെ പിടിച്ച് വലിച്ചിടും. എനിക്ക് അവനെ പോലെ ഉയരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമായിരിക്കും അതിന് കാരണം. തൊട്ടയൽപ്പക്കത്തെ ആളുകൾ ഉയർന്നു കാണുമ്പോൾ, വലിയ വീട് വയ്ക്കുന്ന കാണുമ്പോൾ, വലിയ കാറ് മേടിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുന്ന കാണുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പോസ്റ്റർ അടിക്കും. ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. ബൈബിളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, ഇന്നത്തെ സുവിശേഷത്തിൽ 2 ശിഷ്യന്മാർ ഈശോയുടെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വചനപ്രകാരം പറയാണ്, ബാക്കി 10 പേർക്കും ഈ 2 പേരോട് അമർഷം തോന്നി എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഉയർച്ചകളെ പറ്റിയൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഈ അസൂയയുടെ ദുരാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം ഇങ്ങനോട് ചിന്തിക്കണം, നമ്മൾ ഒരാളുടെ ഉയർച്ചയെ പറ്റി കേൾക്കുമ്പോൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? നമുക്ക് അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അസൂയപ്പെടാതിരിക്കുക. അവർ വളർന്നോട്ടെ, അവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ പറ്റണം. അതൊരു കൃപയാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും.